ഏറെ ആരാധകരുള്ള താരമാണ് പൃഥ്വിരാജ്. നല്ല നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും പൃഥ്വിരാജ് തന്റേതായ സ്ഥാനം സിനിമയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമാ നടൻ എന്നതിലുപരി വാക്ചാതുര്യം കൊണ്ടും വ്യക്തമായ നിലപാടുകളുള്ള വ്യക്തിത്വം കൊണ്ടും പൃഥ്വിരാജ് ആരാധകർക്ക് ഏറെ പ്രിയങ്കരനാണ്. നന്ദനം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ പ്രശസ്തി നേടിയ പൃഥ്വിരാജിനെ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പെൺകുട്ടികൾക്കെല്ലാം ക്രഷായി മാറിയിരുന്ന പൃഥ്വിരാജിന്റെ വിവാഹവും ഏറെ ചർച്ചയായിരുന്നു. പൃഥ്വിരാജിന് പ്രണയമുണ്ടോ, സിനിമയ്ക്കകത്തു നിന്നുമാണോ പുറത്തു നിന്നുമാണോ വിവാഹം കഴിക്കുക എന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അതേസമയം തന്നെ ഒപ്പം അഭിനയിച്ചിരുന്ന നായകന്മാരിൽ മിക്കവരുമായും പൃഥ്വിയുടെ പേര് ചേർത്ത് പ്രണയ വാർത്തകൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ പൃഥ്വിയുടെ പ്രണയം സിനിമയോട് മാത്രമായിരുന്നു. സിനിമയുടെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ജീവിതം മാറ്റിമറിച്ച ആ ഫോൺ കോൾ വന്നത്. മറുവശത്ത് മുംബൈയിൽ നിന്നും മാധ്യമപ്രവർത്തകയായ സുപ്രിയയായിരുന്നു. സുപ്രിയ NDTVയിൽ ജോലി ചെയ്യുകയായിരുന്നു. NDTVയിൽ നിന്നും സുപ്രിയയ്ക്ക് കിട്ടിയ ഒരു അസൈൻമെന്റ് ആയിരുന്നു മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നത്. മലയാള സിനിമയെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ലാതിരുന്ന സുപ്രിയ തനിക്ക് കിട്ടിയ വർക്ക് എങ്ങനെ ചെയ്യുമെന്നോർത്ത് വിഷമിച്ചിരുന്നു. മലയാള സിനിമയിൽ ആകെ അറിയാവുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയും മാത്രമായിരുന്നു സുപ്രിയയ്ക്ക്. അപ്പോഴാണ് സുപ്രിയയുടെ ഒരു സുഹൃത്ത് പൃഥ്വിയെ പറഞ്ഞു കൊടുത്തത്, മലയാള സിനിമയിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു നടനാണ് പൃഥ്വിയെന്നും അദ്ദേഹത്തോട് ചോദിച്ചാൽ മലയാള സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ എളുപ്പം കഴിയുമെന്നും പറഞ്ഞ് പൃഥ്വിയുടെ നമ്പർ സുപ്രിയയ്ക്ക് കൈമാറി. അങ്ങനെയാണ് സുപ്രിയയും പൃഥ്വിയും ആദ്യമായി സംസാരിക്കുന്നത്. പിന്നീട് ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറി. സിനിമയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമെല്ലാം ഒരുപോലെ അഭിപ്രായമുള്ള രണ്ട് സുഹൃത്തുക്കൾ. അങ്ങനെ 2.5 മാസം പരസ്പരം കാണാത്ത സുഹൃത്തുക്കളായി അവർ മുന്നോട്ട് പോയി. പിന്നീടൊരിക്കൽ പൃഥ്വി ഷൂട്ടുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ പോയിരുന്നു. അതേസമയം സുപ്രിയയും ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെത്തിയിരുന്നു. അന്നവർ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അവർ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടർന്നു. മാസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൃഥ്വി ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് പുസ്തകം വായിക്കുകയും അതിലെ ബോംബെയുടെ വർണ്ണനകൾ പൃഥ്വിയെ ഒരുപാട് ആകർഷിക്കാൻ ഇടയാക്കുകയും ചെയ്തു. ബോംബെയുടെ വർണ്ണനയിൽ മയങ്ങിയ പൃഥ്വി ആ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിച്ചു. ബോംബെയിൽ വിചാരിക്കുന്ന പോലെ കറങ്ങണമെങ്കിൽ ബോംബെയെക്കുറിച്ച് അറിയാവുന്ന ഒരു സുഹൃത്തിന്റെ സഹായം ആവശ്യമാണെന്ന് തോന്നുകയും ഉടനെ സുപ്രിയയെ വിളിക്കുകയും ചെയ്തു. ബോംബെ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ എല്ലാവിധ സഹായവും ചെയ്തു തരാമെന്ന് സുപ്രിയ പൃഥ്വിക്ക് വാക്കുകൊടുത്തു. ദിവസം തീരുമാനിച്ച് പൃഥ്വി ബോംബെയിലെത്തുകയും സുപ്രിയയും കൂട്ടി ബോംബെ മുഴുവൻ ബസ്സിലും ട്രെയിനിലും കയറി കാണുകയും ചെയ്തു. ഇരുവരും ഒരുമിച്ചുള്ള ആ ബോംബെ യാത്രയിലാണ് പൃഥ്വിക്ക് ആദ്യമായി സുപ്രിയയോട് പ്രണയം തോന്നിയത്. പൃഥ്വിയുടെ പ്രണയം തുറന്നു പറഞ്ഞ സുപ്രിയ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 4 വർഷത്തെ പ്രണയത്തിന് ശേഷം 2011 ഏപ്രിൽ 25-ന് ഇരുവരും വിവാഹിതരായി. വിവാഹശേഷം സുപ്രിയ കുറച്ചുനാൾ നാട്ടിൽ നിന്നു. ശേഷം ബോംബെയിൽ തന്നെ തിരിച്ചുപോയി. എന്നാൽ തിരക്കുപിടിച്ച സുപ്രിയയുടെ ജീവിതത്തിനിടയിൽ സുപ്രിയയ്ക്ക് ബോംബെയിലേക്കും കേരളത്തിലേക്കും ആഴ്ചതോറും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറി. പൃഥ്വിയുമൊത്തുള്ള നല്ല കുടുംബജീവിതത്തിന് ബോംബെ നഗരവും മാധ്യമപ്രവർത്തനം എന്ന തന്റെ കരിയറും അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കി സുപ്രിയ എല്ലാം മതിയാക്കി കേരളത്തിലേക്ക് പൃഥ്വിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. സുപ്രിയയെ ജീവിക്കാനും സ്വപ്നം കാണാനും പഠിപ്പിച്ച നഗരമായിരുന്നു ബോംബെ. എല്ലാം ഉപേക്ഷിച്ച് വന്ന സുപ്രിയയ്ക്ക് പിന്നീട് കുടുംബിനി മാത്രമായി കഴിയേണ്ടി വന്നപ്പോൾ ആകെ ഒരു ശൂന്യതയായിരുന്നു. മനസ്സിൽ ലക്ഷ്യബോധമില്ല, തിരക്കില്ല, ഒന്നും ചെയ്യാനില്ലാതെ ആകെ ഭ്രാന്തു പിടിച്ചിരുന്നപ്പോഴാണ് സുപ്രിയയ്ക്കും പൃഥ്വിക്കും സന്തോഷ വാർത്ത ലഭിച്ചത്. ഇരുവരും അച്ഛനും അമ്മയും ആകാൻ പോകുന്നു. ഗർഭാവസ്ഥയിലും പ്രസവശേഷവും സുപ്രിയ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചു. മുംബൈ നഗരത്തിൽ പറന്നു നടന്ന സുപ്രിയയ്ക്ക് ഒന്നും ചെയ്യാതെ കുടുംബിനിയായി മാത്രം വീട്ടിൽ ഒതുങ്ങി നിൽക്കുക എന്നത് വലിയ ഒരു ടാസ്ക് ആയിരുന്നു. ഈ ജീവിതത്തിന് ഒരു മാറ്റം വേണമെന്നും മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്ലാൻ ആവശ്യമാണെന്നും സുപ്രിയ ഉറപ്പിച്ചു. അങ്ങനെ പൃഥ്വിയുടെ കൂടെ ലൊക്കേഷനിൽ പോയി തുടങ്ങി. സിനിമയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത സുപ്രിയ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും തുടങ്ങി. അത് പിന്നീട് വലിയ താല്പര്യമായി മാറി. പൃഥ്വിയുമൊത്ത് ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്ഥാപിച്ചു. അവരുടെ ആദ്യ പ്രൊജക്ടിനായി സോണി പിക്ചേഴ്സ് ഇന്റർനാഷണലുമായി സഹകരിച്ച് ചെയ്ത ചിത്രമാണ് നയൻ. എന്നാൽ നയൻ അടിസ്ഥാനപരമായി വിജയമായിരുന്നില്ലെങ്കിലും സുപ്രിയ എന്ന നിർമ്മാതാവിനെ കണ്ടെത്തിയ ചിത്രമായിരുന്നു. നയന് ശേഷം നിരവധി മലയാള ചിത്രങ്ങളും KGF, ചാർലി തുടങ്ങിയ ചിത്രങ്ങളുടെ മലയാള വിതരണവും ഇരുവരും ചെയ്തു. പിന്നീടങ്ങോട്ട് പൃഥ്വിയുടെ ഉയർച്ചയിലും താഴ്ചയിലും സുപ്രിയ കൈവിടാതെ എന്നും കൂടെ തന്നെ. സുപ്രിയയെ വിവാഹം കഴിച്ചതിൽ വിമർശിച്ചവരിൽ പലരും പിന്നീട് പൃഥ്വിയുടെ ഉയർച്ചയ്ക്ക് കാരണം പൃഥ്വിയുടെ ഭാര്യ സുപ്രിയ തന്നെയെന്ന് പറയുകയും ചെയ്തു.